ഞാൻ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ ഞാൻ എഴുതുന്നുണ്ട്. ഇൻവെസ്റ്റർ, ബിസിനസ് ഓണർ, എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ്. അപ്പൊ ഈ 4 കാറ്റഗറിയിലുള്ള ആളുകളും നിങ്ങളുടെ കോർ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്ന് മോദിക്കൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങളുടെ കോർ വാല്യൂ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേസമയം കോർ വാല്യൂ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആസ്വദിക്കാൻ പറ്റും. പല ആളുകൾക്കും ഈ ബിസിനസ്സിൽ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ പറയും സ്വന്തമായിട്ട് ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ പലതും പറയും. പക്ഷെ എവിടെ എത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർ വാല്യൂ ഭയങ്കര കോൺട്രഡിക്ഷൻസ് ഉണ്ടാകും. അതായത് ഇവരുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. ഇവർ ഒരേ സമയം ഇവർ പറയും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്നാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കോർ വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കാറ്റഗറി ആളുകൾ, എംപ്ലോയീസ് ഉണ്ട്, സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, ബിസിനസ് ഓണർ ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ ഫിനാൻഷ്യൽ കോർ വാല്യൂസ് അല്ലെങ്കിൽ ഇവരുടെ ഫിനാൻഷ്യൽ ആണെന്നില്ല, ഇവരുടെ ബേസിക് കോർ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ അല്ല ബേസിക് കോർ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയീസ് കാറ്റഗറിയുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി, അതായത് ഒരു സുരക്ഷിതത്വമാണ് അവർ ജീവിതത്തിൽ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും പറയും ഞാനൊരു നല്ല ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ ശമ്പളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഇതാണ് ഇവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത്. ഓൾവേസ് ദേ ആർ സെർച്ചിങ് ഫോർ സെക്യൂരിറ്റി. സുരക്ഷിതത്വമാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. വേറെ ഒന്നിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. മണി അവർക്ക് പ്രശ്നമല്ല, സമ്പത്ത് അവർക്ക് പ്രശ്നമല്ല, ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ആകെ കൂടെയുള്ള ചിന്ത എന്ന് പറയുന്നത് മാസം 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം വരും. അത് 10,000 കിട്ടിയാലും അവർ ഹാപ്പിയാണ്, 15,000 കിട്ടിയാലും ഹാപ്പിയാണ്, ഇനിയിപ്പോ 5,000 കിട്ടിയാലും ഹാപ്പിയാണ്, ശമ്പളം കിട്ടിയാണ്. ഇതാണ് ഈ എംപ്ലോയീസിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞാൻ കുറച്ചുകൂടെ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റും, കുറച്ചും കൂടെ ഞാനൊന്ന് ഓവർ ടൈം ചെയ്ത കാശ് എത്ര ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് ഇതിന്റെ കൂടെ വേറെ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റും. ഇവരുടെ ചിന്ത എപ്പോഴും എങ്ങനെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയൂ, നിങ്ങൾ മോദി കെയർ ചെയ്യുകയും ഈ പറയുന്ന കോർ വാല്യൂ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. അപ്പൊ മനസ്സിലാകും. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരുപാട് ലഡു പൊട്ടുന്ന ഒരു സെഷനാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു 1 hour കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മോദി കെയർ ചെയ്യുക, അതേസമയം നിങ്ങളുടെ കോർ വാല്യൂ ഈ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ഒരുപാട് ഇഷ്യൂസ് അത് ക്രിയേറ്റ് ചെയ്യും, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ കോർ വാല്യൂ ആണ് നമ്മളെ കൊണ്ട് പല തീരുമാനങ്ങളും എടുപ്പിക്കുന്നത്. കോർ വാല്യൂ ആണ് നമ്മളെ കൊണ്ട് പല ഡിസിഷൻസും പല റിസ്കുകളും ഒക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ മോദി കെയർ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ കോർ വാല്യൂ എന്താണെന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 25,000 രൂപ കിട്ടിയാൽ മതി, അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ കോൺട്രഡിക്ഷൻ ആയി. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വൈരുദ്ധ്യം ഫോം ചെയ്യും. കാരണം നമ്മുടെ കോർ വാല്യൂ അത് ആവരുത്, ഒരിക്കലും അത് ആവരുത്. കാരണം അത് എംപ്ലോയീസിന്റെ കോർ വാല്യൂ ആണ്. എംപ്ലോയി കാറ്റഗറിയുടെ കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചിന്തിക്കുന്നത് ലുക്കിംഗ് ഫോർ എ സേഫ് ആൻഡ് സെക്യൂർഡ് ജോബ്, ലുക്കിംഗ് ഫോർ എ പെർമനന്റ് ഇൻകം. എന്താണ് പെർമനന്റ് ഇൻകം? എനിക്ക് എല്ലാ മാസം ഒരു 10,000-20,000 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, കുഴപ്പമില്ല, ഹാപ്പി. ഈ ചിന്താഗതി വെച്ച് നിങ്ങൾ മോദി കെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു വിൽ ലൂസ്. നിങ്ങൾ പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കം. അപ്പൊ എപ്പോഴും ആലോചിക്കുക, അതായത് ഇങ്ങനെയുള്ള ആളുകളായിട്ട് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മാസം എത്ര ലീവ് എടുക്കാൻ പറ്റും, ഈ മാസം ലീവ് എടുത്ത കാശ് കിട്ടും, എത്ര ഓവർ ടൈം ചെയ്യാൻ പറ്റും, ഇതിന്റെ കൂടെ ഞാൻ 2 മണിക്കൂർ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കാശ് എത്ര ഉണ്ടാക്കാൻ പറ്റും, ഇതിന്റെ കൂടെ ഞാൻ അതും കൂടെ ഒന്ന് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ കാശ് എത്ര ഉണ്ടാക്കാൻ പറ്റും. ഓൾവേസ് ദേ ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. ദാറ്റ് മീൻസ് യുവർ കോർ വാല്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി കഴിയും.
ഭൂരിഭാഗം ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരാജയപ്പെടാനുള്ള കാരണം their core value is not aligned with their profession or business. ഒരു മിനിറ്റ്. പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നു, സിസ്റ്റം ഫോളോ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ബിസിനസ് ഗ്രോ ചെയ്യുന്നു. ചില ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഞാൻ എല്ലാ പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്യാറുണ്ട്, എല്ലാ മീറ്റിംഗിനും അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ എന്തോ എന്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. എന്താ കാരണം? കോർ വാല്യൂ ശരിയല്ല. കോർ വാല്യൂ മീൻസ് നിങ്ങളുടെ ഉള്ളിൽ, നമ്മൾ പറയില്ലേ അകക്കാമ്പ് എന്നൊക്കെ പറയില്ല, അതാണ് ഈ കോർ എന്ന് പറഞ്ഞാൽ. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയാണ് നമ്മൾ ഈ കോർ ആക്ഷൻ പ്ലാനുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ബിസിനസ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ബിസിനസ് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വളരെ റെലവന്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിക്കും. കറക്റ്റ് ആണോ? യെസ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ സെൽഫ് എംപ്ലോയിഡ് വിഭാഗമാണ്. സെൽഫ് എംപ്ലോയിഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻഡിപെൻഡൻസ്. ദാറ്റ് മീൻസ് ഫ്രീഡം. ഇവരുടെ കോർ വാല്യൂ എന്താണ്? ഇവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യമല്ല, തെറ്റിദ്ധരിക്കരുത്. സെൽഫ് എംപ്ലോയിഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കണം. എന്താണ്? ഫ്രീ ആയിട്ട് നടക്കണം. അവരാരും കൺട്രോൾ ചെയ്യുന്നതോ അവരാരും ഭരിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സെൽഫ് എംപ്ലോയിഡ്. അവര് ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാം, ഒരു എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവാം, അല്ലെങ്കിൽ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും അവരുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്താണ്? സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഒരിക്കലും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. ഇവർക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്, ഇവര് സ്വയം ടാർഗറ്റ് വെക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവർ ടാർഗറ്റ് കൊടുക്കുന്നവർക്ക് ഇഷ്ടമല്ല. സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഇവരെ നശിപ്പിക്കും. കാരണം എന്താണ്? ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട് ഇവര് തന്നെ ഓരോ തവണയും ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് പലപ്പോഴും ഇവരുടെ ലൈഫ് ഇവര് തന്നെ സ്പോയിൽ ചെയ്യും. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ സ്വാതന്ത്ര്യത്തിനെ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി വരിക്കും. ക്ലിയർ ആണോ? യെസ്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയും ഞാൻ ഭയങ്കര സംഭവമാണ്. എന്താണ്? ഞാൻ ഭയങ്കര സംഭവമാണ്, എന്റെ ബുദ്ധി, എന്റെ മാത്രം ബുദ്ധി, അതുകൊണ്ട് ഞാൻ ഇവിടെ വരും, അല്ലെങ്കിൽ ഞാനാണ് പല കാര്യങ്ങളും ചെയ്തത്. എപ്പോഴും ഈ ഞാൻ എപ്പോഴും ഇവരുടെ ഉള്ളിൽ വന്നുകൊണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ഈഗോയിസ്റ്റിക് ആണ് ഈ ആളുകൾ. ഈ സെൽഫ് കാറ്റഗറിയിൽ വരുന്ന, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഒരു കോർ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്താലേ ശരിയാവും, ഞാൻ പറഞ്ഞാലേ ശരിയാവും, ഞാൻ വിളിച്ചാലേ ശരിയാവും. ഞാൻ മെജോറിറ്റി ആളുകളെ കുറിച്ചാണ് പറയുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അവരുടെ സ്കിൽ ഉപയോഗിച്ച് അതിൽ സക്സസ്ഫുൾ ആവുന്നത്. ദാറ്റ് മീൻസ് ആ സ്വാതന്ത്ര്യത്തിന് ശരിയായി ഉപയോഗം ചെയ്യുന്നത്. ബാക്കി ഭൂരിഭാഗം ആളുകളും ആ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാണ് കുറെ ആളുകൾ എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിപെൻഡൻസ്, അതായത് ഈ സ്വാതന്ത്ര്യത്തിനൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഇവർ പ്രാക്ടീസ് ചെയ്യണം. അതെന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെന്താണ്? ഒന്ന് ചാറ്റ് ചെയ്യാമോ എന്താണെന്നുള്ളത്? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഈ സ്വാതന്ത്ര്യത്തിനൊപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സാക്ട്ലി, ഡിസിപ്ലിൻ. താങ്ക് യു സൂസൻ. ഡിസിപ്ലിൻ. ഈ
സ്വാതന്ത്ര്യത്തിനൊപ്പം നമ്മൾ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. കുത്തുവാളിടുന്നു. വെരി സിമ്പിൾ. സെക്കൻഡ് കാറ്റഗറിയിൽ, അതായത് സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ദേ ഹാവ് ഫ്രീഡം. പക്ഷെ ആ ഫ്രീഡം നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. 90% ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലുള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ സ്ട്രഗ്ലിംഗിലാണ്. വൈ? They don't have any discipline. അവർക്ക് ഡിസിപ്ലിൻ ഇല്ല. അവർ സ്വന്തമായിട്ട് ടാർഗറ്റ് വെക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് അവരുടെ സ്കില്ലിനെ യൂട്ടിലൈസ് ചെയ്യാറില്ല. പക്ഷെ പേരിന് അവർ പറയും ഞാൻ ഭയങ്കര പ്രസ്ഥാനമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് അവരവരുടെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇൻഡിപെൻഡൻസും അതിന്റെ കൂടെ തന്നെ ഡിസിപ്ലിനും കൂടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ഞാനിവിടെ പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുമ്പോ നിങ്ങൾ സ്വതന്ത്രരാണ്. കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ട കിളികളെ പോലെയാണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി ബോസ്. നിങ്ങൾക്ക് ബോസ് ഇല്ല, ടൈം മാനേജ്മെന്റ് ഇല്ല, നിങ്ങൾക്കൊരു പഞ്ചിങ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാം, ഇഷ്ടമുള്ള സമയത്ത് പുറത്തു പോകാം. ആരും ചോദിക്കാനില്ല, പറയാനില്ല, ഒന്നുമില്ല. ഫ്രീഡം. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസും, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പറയാൻ പാടില്ല, പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളും ഈ ബിസിനസ് തോറ്റു പോകാനുള്ള കാരണം അവരുടെ കോർ വാല്യൂ അവർ ധരിച്ചിരിക്കുന്നത് ഇതൊരു ഫ്രീ ബിസിനസ് ആണെന്നാണ്. തെറ്റ്. 100% റോങ്. നിങ്ങളുടെ കോർ വാല്യൂ ഇൻഡിപെൻഡൻസ് അല്ല. നിങ്ങളുടെ കോർ വാല്യൂ ഫ്രീഡം അല്ല. നിങ്ങൾ കോർ വാല്യൂ ഫ്രീഡം ആണെന്ന് ധരിച്ച് നിങ്ങൾ തോന്നുന്ന സമയത്ത് 2 പ്ലാൻ കൊടുത്തു, തോന്നുന്ന സമയത്ത് ഒരു മീറ്റിംഗിൽ കയറി, ആരോടെങ്കിലും 4 പേരോട് സംസാരിച്ചു, എപ്പോഴെങ്കിലും 4 പേരോട് നിങ്ങൾ പ്ലാൻ പറഞ്ഞു. യു ആർ ഡൂയിങ് റിപ്പീറ്റഡ്ലി മിസ്റ്റേക്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്. റിപ്പീറ്റഡ്ലി മിസ്റ്റേക്സ്. ബിക്കോസ് നിങ്ങളുടെ കോർ വാല്യൂ ഫ്രീഡം അല്ല. യു ആർ നോട്ട് ബിലോങ്സ് ടു സെക്കൻഡ് കാറ്റഗറി, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി അല്ല നിങ്ങൾ. പലരുടെയും ഒരു ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ കൂടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ബിസിനസിന്റെ കൂടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അപ്ലയൻസ് ഇല്ല, മാനേജേഴ്സ് ഇല്ല. അപ്ലയൻസ് ഉണ്ട്, ദേ ആർ നോട്ട് മാനേജേഴ്സ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിനെ 99% പേരും ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്താലും വളരെ കുറച്ച് പേര് മാത്രമേ വിജയിക്കുന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോർ വാല്യൂ നമ്മൾ റിയലൈസ് ചെയ്യാതെ ഈ പണിയെടുക്കുന്നതുകൊണ്ടാണ്. കോർ വാല്യൂ റിയലൈസ് ചെയ്യാതെ നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ തോറ്റുപോകും. ഒരു സംശയവും വേണ്ട. കോർ വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങൾ ജോലി ചെയ്താൽ, പണിയെടുത്താൽ തോറ്റുപോയി. കാരണം ഇൻഡിപെൻഡൻസ് ഉള്ള ആളുകൾ അത് ദുരുപയോഗമാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സ് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഇൻ ടു സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി. തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. ഐ നീഡ് ഫ്യൂ മില്യനേഴ്സ് ബിഫോർ ദിസ് ഡിസംബർ. ഈ ഡിസംബറിന് മുമ്പ് എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് മില്യനേഴ്സിന് എനിക്ക് വേണം. ദാറ്റ്സ് മൈ ഇന്റൻഷൻ. ഞാൻ എന്റെ ഗോൾ എന്നും ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എന്റെ പ്രാക്ടീസസിനെ കുറിച്ച് എനിക്കറിയാം. ഐ വാണ്ട് ടു ക്രിയേറ്റ് 500 millionaires. ഇതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാലോ, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷീന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോയി പഠിക്കുന്നതിനേക്കാൾ നല്ലത് അതിന്റെ മർമ്മം എന്താണ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ വളരെ വലിയ വൈരുദ്ധ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയുടെ കോർ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പല ആളുകളും നെറ്റ്വർക്കിലും ഫെയിലിയർ ആവാനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ കോർ വാല്യൂ മനസ്സിലാക്കാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കണം. 2-3 പ്രധാനപ്പെട്ട ഇൻസൈറ്റ്സ് കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ പിടുക്കൻ. ബിക്കോസ് നിങ്ങളായിരിക്കും ലീഡർ. നിങ്ങളായിരിക്കും ഏറ്റവും വലിയ സ്മാർട്ട് ആയിട്ടുള്ള ആൾ. വേറെ ആരും സ്മാർട്ട് ആയിട്ടുള്ള ഉണ്ടാവില്ല. ഇനി സ്മാർട്ട് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരെ വളർത്താനും നിങ്ങൾ തയ്യാറാണ്. കാരണം ലിറ്റിൽ ബിറ്റ് ഈഗോയിസ്റ്റിക് ആണ്.
സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയുടെ പ്രത്യേകത അവർ അവരുടെ സ്കില്ല് വെച്ച് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. മെജോറിറ്റി ആളുകളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും ആ ഗ്രൂപ്പിന്റെ ലീഡർ. ദർ ഈസ് നോ അതർ ലീഡേഴ്സ്. ദേ ആർ നോട്ട് റെഡി ടു ട്രെയിൻ അതർ ലീഡർഷിപ്പ് ഓൾസോ. അപ്പോഴും പ്രോബ്ലമാണ്, അപ്പോഴും പ്രശ്നമാണ്. അടുത്ത പ്രോബ്ലം വരാൻ പോകുന്നത് നെറ്റ്വർക്കില് ഫെയിലിയർ ആവുന്നതിന്റെ പിന്നിലുള്ള അടുത്ത പ്രോബ്ലമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ആവുകയും നിങ്ങളുടെ കോർ വാല്യൂ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയുടെ കോർ വാല്യൂ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫ്രീഡം ആണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ വേറൊരു ലീഡർഷിപ്പ് ഷൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. നിങ്ങളുടെ കോർ വാല്യൂ ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ മറ്റൊരാൾ ഷൈൻ ചെയ്യുന്നത്, മറ്റൊരാൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമാകില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം യു ഷുഡ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ കോർ വാല്യൂ നേരത്തെ പറഞ്ഞ കോർ വാല്യൂ ആണെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ്, എന്റെ സ്കില്ല് ഭയങ്കരമാണ്, എന്റെ ട്രെയിനിങ് അപാരമാണ്, ഞാൻ അപാര ഒരു ഡോക്ടറാണ്, അപാര എഞ്ചിനീയറാണ്, അപാര സംഭവമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ then if you are with network marketing നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന പുതിയ ചേഞ്ചസ് ഗ്രോത്തിന് നിങ്ങൾക്ക് ഹോൾ ഹാർട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കോർ വാല്യൂ കോൺട്രവേഴ്സീസ്. ഞാൻ ഈ പറയുന്നത് കുറച്ച് കട്ടി കൂടുന്നുണ്ടോ? ഞാൻ വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. കാരണം അത്രയും ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിക് ഒരുപക്ഷെ ഇതുപോലെ എല്ലാവർക്കും എടുക്കാൻ കഴിയണമെന്ന്. ബിക്കോസ് എന്റെ ഒരു റിസർച്ചിന്റെയും കൂടി ഒരു ഭാഗം. എന്തുകൊണ്ട് നമ്മൾ ആളുകൾ ഈ ബിസിനസ്സിൽ തോറ്റു പോകുന്നതിന്റെ പിന്നിലുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റിസർച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഫ്രം ഞാൻ റോബർട്ട് കിയോസാക്കി ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഇതൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കോർ വാല്യൂസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷെ ആളുകൾ ഇവിടെ തോറ്റു പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും എന്താണ് ഈ കോർ വാല്യൂ എന്ന് അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവർ നിൽക്കുന്നത് ഒരുപക്ഷെ ബിസിനസ് ഓണർഷിപ്പ് കാറ്റഗറിയിലായിരിക്കാം. പക്ഷെ കോർ വാല്യൂ കാണിക്കുന്നത് എന്താണ്? എംപ്ലോയീസിനെ, അല്ലെങ്കിൽ കോർ വാല്യൂ കാണിക്കുന്നത് ബിസിനസ് ഓണറുടെ ആയിരിക്കും. തെറ്റി പ്രോബ്ലമായി. പലരും വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ആളുകളെ കാണാത്തതുകൊണ്ട്, കൂടുതൽ മീറ്റിംഗ് നടത്താത്തതുകൊണ്ടും, അല്ലെങ്കിൽ അത്ര വലിയ ട്രെയിനർ അല്ലാത്തതുകൊണ്ട്, ഞാൻ മോട്ടിവേറ്റർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ഗ്രോ ചെയ്യാത്തതാണ്. ശുദ്ധ അസംബന്ധമാണ്. നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കോർ വാല്യൂ മനസ്സിലാക്കി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? എനിക്ക് എല്ലാവരുടെയും മുഖം കാണുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ട്. നോർമലി നമ്മളിങ്ങനെ ഒരുപാട് വലിയ വിജയ കഥകൾ പറഞ്ഞൊക്കെയാണ് നമ്മൾ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് എ റിയൽ മോട്ടിവേഷൻ. ബിസിനസ്സിൽ നമ്മൾ പരാജയപ്പെടുന്നതിന്റെ പിന്നിലും വിജയിക്കുന്നതിന്റെ പിന്നിലും ഇങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ട്. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മോദിക്കർ പോലൊരു ബിസിനസ്സിൽ വന്നു, എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് 10,000 രൂപ കിട്ടിയാൽ മതി, എനിക്ക് 20,000 രൂപ കിട്ടിയാൽ മതി, എനിക്കൊരു എല്ലാ മാസം ഒരു 30,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയി. നിങ്ങളുടെ മോദിക്കർ ഗ്രോത്ത് തീർന്നു. കോൺട്രന്റിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോൺട്രന്റിലാണ്, ദാറ്റ് മീൻസ് കോൺട്രന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കോൺട്രന്റ് എസ് ഒരു കോൺട്രന്റ് ആണ്, ദെൻ ബിസിനസ് ഓണർ, ദെൻ ഇൻവെസ്റ്റർ, ഇങ്ങനെ 4 ടൈപ്പ് ആളുകളാണുള്ളത്. ഈ കോർ വാല്യൂസ് നിങ്ങളുടെ കോൺട്രന്റുമായിട്ട് അലൈൻഡ് അല്ലെങ്കിൽ ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. പല ആളുകളും ബിസിനസ്സിൽ പരാജയപ്പെടാനുള്ള റീസൺ അതാണ്. പല ആളുകളും നെറ്റ്വർക്കിലേക്ക് വരുന്നത് വളരെ ഫ്രീ ആണല്ലോ, ആരും ചോദിക്കാനില്ല, പറയാനില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഞാൻ ബിസിനസ് ചെയ്താലും കൊള്ളാം, ചെയ്തില്ലേലും കൊള്ളാം, എന്തായാലും ഇപ്പൊ എന്തായാലും ഫയർ ചെയ്യാനൊന്നും പോകുന്നത്.
ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും, ഇനിയിപ്പോ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോർ വാല്യൂ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ പറയാം, ഇത് റിയലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണം. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് 10-15 കൊല്ലം ഇപ്പൊ എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള, പ്രായം കൊണ്ടും അതുപോലെ തന്നെ അനുഭവം കൊണ്ടും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിനു ശേഷമാണ് ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ ഞാൻ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് എടുക്കുന്നത്. വളരെ ശക്തമായിട്ട് ഞാൻ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. നിങ്ങളുടെ ജോലിയിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോ എന്ത് ജോലി ചെയ്താലും ശരി, നിങ്ങൾ ആ ജോലിയുടെ കോർ വാല്യൂമായിട്ട് നിങ്ങൾ ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു പരിധിക്കപ്പുറത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നും നിങ്ങളുടെ ഉള്ളില് ഒരു വൈരുദ്ധ്യം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക കോർ വാല്യൂ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ ക്ലാസിന്റെ കോർ വാല്യൂ നമ്മൾ പറയാം. എംപ്ലോയീസിന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സെൽഫ് എംപ്ലോയിഡിന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. ആ ഇൻഡിപെൻഡൻസ് ആസ്വദിക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നത് പറയുന്നത്. പക്ഷെ ഈ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഡിസിപ്ലിൻ കൂടെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ they will fail. ഇനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സെൽഫ് എംപ്ലോയിഡ് അല്ല, അതുകൊണ്ട് തന്നെ ഫ്രീഡം അല്ല അവരുടെ കോർ വാല്യൂ. അപ്പൊ നിങ്ങൾ നെറ്റ്വർക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ ഫ്രീഡം ആണ് നിങ്ങളുടെ കോർ വാല്യൂ എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡിസിപ്ലിനും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കടക്കാരനാവും. നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ് പൊട്ടും. നെറ്റ്വർക്കിൽ വന്നതുകൊണ്ട് മാത്രം നിങ്ങൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലിനെ നിങ്ങൾ എന്താ പറയാ അത് നേരിടേണ്ടി വരുന്നു. ദൈവമേ, കുറെ ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ അങ്ങനെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ടാവും. ഈ കഥയിലെ കഥാപാത്രങ്ങളും മനഃപൂർവ്വമാണ്, സാങ്കല്പികമല്ല. ഈ ബിസിനസ്സിൽ വരികയും ഭാര്യയുടെ വായയിൽ ഇരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഫ്രീഡമാണ് ഈ ബിസിനസിന്റെ കോർ വാല്യൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ 10 മണിക്ക് പോയാലും കുഴപ്പമില്ല, 12 മണിക്ക് പോയാലും കുഴപ്പമില്ല, സൂം മീറ്റിംഗ് നടത്തിയാലും കുഴപ്പമില്ല, നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേത് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ മുകളിൽ നിന്ന് വിളിക്കാനുണ്ട്, ഇവിടെ ആരും വിളിക്കാനില്ല. അപ്പൊ നിങ്ങൾ ഈ കോർ വാല്യൂ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഫ്രീഡമാണ്. ഞാൻ ഈ കാര്യം നിരന്തരം പിന്നെയും പലപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ടെന്നറിയോ? ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വൺസ് ഈ സാധനം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാര്യ വിചാരിക്കും നിങ്ങൾ മോദി കേരളം മലമറിക്കുകയാണ്. ഹലോ, ഭാര്യ വിചാരിക്കും, നാട്ടുകാർ വിചാരിക്കും, ബന്ധുക്കൾ വിചാരിക്കും നിങ്ങൾ മോദി കേരളം എന്തോ മലമറിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് ദുരുപയോഗം ചെയ്യാണ്. ഒരു പണിക്കും പോകില്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റൂം അടച്ചിട്ട് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കാന്നാണ് പറയുന്നത്. ഭയങ്കര മീറ്റിംഗിലാണ് ചേട്ടൻ, ഭയങ്കര മീറ്റിംഗ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീറ്റിംഗ് ആണ്. ഒരു തിരക്കാന്നറിയോ? ഒന്നിനും സമയമില്ല. ഭയങ്കര ബിസിയാണ് ഇപ്പൊ, പഴയ പോലെ അല്ല. ഭയങ്കര മീറ്റിംഗ് ആണ്. സത്യത്തിൽ എന്താ നടക്കുന്നത്? സത്യത്തിൽ നടക്കുന്നത് എന്താണ്? പ്രോപ്പർ കോർ വാല്യൂല് വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ കോർ വാല്യൂവിനെ ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞു. ഇറ്റ് ഈസ് ഡേഞ്ചറസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഞാൻ എന്തുകൊണ്ടാണ് ടീം ഗ്ലോബൽ ഒരു നമ്പർ 1 ഓർഗനൈസേഷൻ ആവുമെന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ്, വിസ്ഡം ഷെയർ ചെയ്യാൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ അധികം ആളുകളില്ല. ദാറ്റ്സ് മൈ കോർ സ്ട്രെങ്ത്. അതാണ് എന്റെ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് $1 million ഇൻഫർമേഷൻസ് ആണ്. $1 million ഇൻഫർമേഷൻസ് ആണ്. ഇതൊരു വെറും ഒരു സാധാരണ ഇൻഫർമേഷൻ. സോ ടേക്ക് ഇറ്റ് വെരി സീരിയസ്. ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് വാല്യൂ കുറച്ച് കണ്ടാൽ that is your mistake. ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് വില കുറച്ച് കണ്ടാൽ that is your mistake. കാരണം പല ആളുകളെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം ഗ്രോത്ത് ഇല്ല. എന്താ കാരണം? കോർ വാല്യൂ മനസ്സിലാക്കി പണിയെടുക്കുന്നു.
കോർ വാല്യൂ മനസ്സിലാക്കി പണിയെടുക്കുന്നില്ല. പ്ലാൻ പറയുന്നുണ്ട്, മീറ്റിംഗിന് പോകുന്നുണ്ട്, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ടീം മീറ്റിംഗ് ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ഗ്രോത്ത് ഇല്ല. വൈ? കോർ വാല്യൂ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ കോർ വാല്യൂ തെറ്റാണെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ കോർ വാല്യൂ തെറ്റും, സംശയം വേണ്ട. നിങ്ങളുടെ കോർ വാല്യൂ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ കോർ വാല്യൂ തെറ്റും. നിങ്ങൾ ഒരേ സമയം എംപ്ലോയിയുടെ കോർ വാല്യൂ എങ്ങനെയെങ്കിലും എനിക്കൊരു 50,000 രൂപ കിട്ടണം, അത് കിട്ടിയ പിന്നെ സമാധാനമായി എന്ന് ചിന്തിക്കുന്ന ഒരു സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന കോർ വാല്യൂ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ടീം 10,000-നെ കുറിച്ച്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം ചെയ്യുന്ന, ദാറ്റ് മീൻസ് രണ്ടാമത്തെ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയുടെ കോർ വാല്യൂ ആണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഞാനൊരു ഫ്രീ ബേർഡ് ആണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും എന്താ പറയാ ടാർഗറ്റ്സ് ഒന്നുമില്ല, ഡിസിപ്ലിൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല, കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അങ്ങനത്തെ ഒരു ബിസിനസ് ആണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടീം ഒരിക്കലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ടീമും അത് അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യും. സുഹൃത്തുക്കളെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു അപാരമായ ഇൻഡസ്ട്രി, നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബിസിനസ് ആണ്. ഇതൊരു അപാരമായ ഇൻഡസ്ട്രിയാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? ബിസിനസ് ഓണർ കാറ്റഗറി. ബിസിനസ് ഓണർ കാറ്റഗറി ശ്രദ്ധിച്ച് കേൾക്കുക. ബിസിനസ് ഓണർ കാറ്റഗറിയുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡിംഗ് ആണ്. വെൽത്ത് ബിൽഡിംഗ് ഇതാണ് ബിസിനസ് ഓണറുടെ കോർ വാല്യൂ എന്ന് പറയുന്നത്. വെൽത്ത് ബിൽഡ് ചെയ്യുക, സമ്പത്തുണ്ടാക്കുക. സമ്പത്ത് എന്ന് പറയുമ്പോൾ അവിടെ സമയമുണ്ട്, അവിടെ ഹാപ്പിനെസ് ഉണ്ട്, മണിയുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, ലക്ഷറി ഉണ്ട്, റെക്കഗ്നീഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ബിസിനസ് ഓണറുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡിംഗ് ആണ്. വെൽത്ത് ബിൽഡിംഗ്. ഈ ഇരിക്കുന്ന ഇപ്പൊ ഏകദേശം ഒരു 170ഓളം ആളുകൾ എന്റെ മുന്നിലുണ്ട്. ഈ 170 ആളുകളിൽ എത്ര പേർക്ക് വെൽത്ത് ബിൽഡിംഗ് എന്നുള്ള ഈ ബിസിനസ്സിൽ രക്ഷപ്പെടും? സോറി ടു സേ, ആർക്കും വിഷമം തോന്നരുത്. മോദിക്കറിൽ ജോയിൻ ചെയ്തുകൊണ്ട്, പ്രൊഡക്റ്റ് പഠിച്ചതുകൊണ്ട്, പ്ലാൻ പഠിച്ചതുകൊണ്ട്, ട്രെയിനിങ് നടത്തിയതുകൊണ്ട് നമ്മൾ ഇതിൽ രക്ഷപ്പെടണമെന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ, അതാണ് കോർ എന്ന് പറയുന്നത്. അവിടെ സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത, സമ്പത്ത് എനിക്ക് ഉണ്ടാക്കണം, എന്റെ കൂടെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന ചിന്ത ഇല്ലെങ്കിൽ ഇതിന് എത്ര വലിയ പുതിയായിട്ട് കാര്യമുള്ളൂ. വെൽത്ത് ബിൽഡിംഗ്, ദാറ്റ് ഈസ് ദ കോർ വാല്യൂ. ഉണ്ടാക്കി കൊടുക്കണം. പലവർക്കും പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഭയങ്കര പേടിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത്, കയ്യിൽ 5 പൈസ ഇല്ലാത്ത സമയത്തും എന്റെ കോർ വാല്യൂ ബിസിനസ് ഓണറുടെ കോർ വാല്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത് 5 ലക്ഷം രൂപ വേണം, BMW കാർ വേണം, 2500 സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി. കയ്യിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് വേണമെങ്കിൽ എന്റെ കോർ വാല്യൂ, എംപ്ലോയി കാറ്റഗറിയിലുള്ള കോർ വാല്യൂ ചിന്തിക്കാമായിരുന്നു. എന്താണ്? എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടും, എങ്ങനെങ്കിലും ഗൾഫിലേക്ക് ഒരു വിസ എടുത്ത് പോയിട്ട് എങ്ങനെങ്കിലും ഒരു ജോലി, മാസം ഒരു 10-25,000 രൂപ കിട്ടുന്ന ജോലി നാട്ടിലോ കിട്ടും. ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലായോ ഞാൻ പറഞ്ഞു? ജിഷാക്കെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? വിജിലേക്ക് മനസ്സിലാവുന്നുണ്ടോ? ഷംസുദ്ദീൻ മനസ്സിലാവുന്നുണ്ടോ? ബാലൻ സാർ മനസ്സിലാവുന്നുണ്ടോ? പ്രകാശ് സാർ, അബ്ദുൾ നസീർ, സ്മിത, നീതു, ഷിബു, സ്മിത, നിയാസ്, മോനു, വേദി ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? സുഹൃത്തുക്കളെ, മനസ്സിലാക്കാൻ നമ്മളിപ്പോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. ഇത് സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു സബ്ജക്ട് is a very important topic. Very important topic. കോർ വാല്യൂ നമ്മൾ പഠിക്കണം. കോർ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ വരുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സിന്റെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ബി ആണ്. ബി ക്വാഡ്രന്റ് ആണ്. ബിലോങ്സ് ടു ബി ക്വാഡ്രന്റ്. നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആണ്. ബിസിനസ് ഓണറുടെ പ്രത്യേകത വെൽത്ത് ബിൽഡിംഗ്
മനസ്സിലാക്കുക. ഇനി ഇ ക്ലാസ്സിലുള്ള ആളുകൾക്കും എസ് ക്ലാസ്സിലുള്ള ആളുകൾക്കും, എംപ്ലോയി ആയിട്ട് നിൽക്കുന്നവർക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കും ബിസിനസ് ഓണർഷിപ്പിലേക്ക് വരണമെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ പറയുന്നത്, ഇ ക്ലാസ്സിൽ നിന്നും എസ് ക്ലാസ്സിൽ നിന്നും ബി ക്വാഡ്രന്റിലേക്ക് നിങ്ങൾക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ടെക്നിക്കൽ സ്കിൽ അല്ല വേണ്ടത്. യു ഷുഡ് ഡെവലപ്പ് ഓൺലി വൺ സ്കിൽ. ഒരൊറ്റ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണ്. അത് ഏതാണ് സ്കിൽ എന്ന് പറയാമോ? ചാറ്റ് ബോക്സിൽ നിന്ന് വേണമെങ്കിൽ എഴുതാം, അറിയാവുന്ന ആളുകൾക്ക് എഴുതാം. സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിൽ നിന്നും എംപ്ലോയി കോൺട്രാക്റ്റിൽ നിന്നും അപ്പുറത്ത് ബി കോൺട്രാക്റ്റിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ജമ്പ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത ആളുകൾ ചിന്തിക്കണം. എക്സാക്ട്ലി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലീഡർഷിപ്പ് സ്കിൽ. ലീഡർഷിപ്പ് സ്കില്ലാണ് വേണ്ടത്, ടെക്നിക്കൽ സ്കിൽ അല്ല വേണ്ടത്. മനസ്സിലാക്കണം. ഇയിൽ നിന്നും എസ് ക്ലാസ്സിൽ നിന്നും ബി ക്വാഡ്രന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ലീഡർഷിപ്പ് സ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് നത്തിങ് ബട്ട് ലീഡർഷിപ്പ്. നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കുന്നുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഞാനൊക്കെ ട്രെയിനിങ്ങിൽ എപ്പോഴും പറയാറുണ്ട്, ലീഡർഷിപ്പിലേക്ക് വരണം, ലീഡർഷിപ്പിലേക്ക് വരണം, ലീഡർഷിപ്പിലേക്ക് വരണം. കാരണം എന്താണ്? ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വെൽത്ത് ബിൽഡിംഗ് ആണ്. വെൽത്ത് ബിൽഡിംഗ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ലീഡർ ആയിരിക്കണം. നിങ്ങളൊരു ലീഡർഷിപ്പ് സ്കില്ലുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കോർ വാല്യൂ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 10,000 കിട്ടണം, 20,000 കിട്ടണം, 30,000 കിട്ടണം എന്നാണോ, അതോ ഏറ്റവും നല്ല ആളുകൾ എന്റെ ടീമിലേക്ക് വരണം, കൊണ്ടുവരണം എന്നാണോ ചിന്തിക്കുന്നത്? രണ്ടാമത്തെ ചിന്താഗതിയാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളതെങ്കിൽ നിങ്ങളുടെ കോർ വാല്യൂ കറക്റ്റാണ്, പ്രോപ്പർ കോർ വാല്യൂ. I want to join the best people into my team. I want to join best people my team. ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് സ്കിൽ ഉള്ളത് മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ. ഇയിൽ നിന്നും എസിൽ നിന്നും നമുക്കൊരു ഷിഫ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് ലീഡർഷിപ്പ് സ്കില്ലാണ്. വെൽത്ത് ബിൽഡിംഗ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വെൽത്ത് ബിൽഡിംഗിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് നന്നായിട്ട് ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, നമ്മൾ എല്ലാവരും ബി കോൺട്രാക്റ്റിൽ നിൽക്കുന്ന ആളുകളാണ്. വി ആർ ഓൾ ബിലോങ്സ് ടു ബി കോൺട്രാക്ട്. ബി കോൺട്രാക്റ്റിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. ബി കോൺട്രാക്റ്റിന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് വെൽത്ത് ബിൽഡിംഗ്. സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് ബി കോൺട്രാക്റ്റിന്റെ വാല്യൂ. അപ്പൊ ബി കോൺട്രാക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്പത്തുണ്ടാക്കുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്കില്ലാണ്. അപ്പൊ നിങ്ങളൊരു ലീഡർ ആയിരിക്കും, ഒപ്പം നിങ്ങളുടെ ടീമിലുള്ളവരെ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ പതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപകടം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട അപകടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരികയും, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയാം, നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരികയും അതേസമയം നിങ്ങൾ എംപ്ലോയീസിന്റെയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയുടെയോ കോർ വാല്യൂ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങളുടെ ടീമിൽ ലീഡർഷിപ്പ് ഉണ്ടാവില്ല, നിങ്ങളുടെ ടീമിൽ ലീഡേഴ്സ് ക്രിയേറ്റ് ആവും. എന്നാൽ നിങ്ങൾക്ക് വരുമാനമുണ്ട്. അപകടം പതിയിരിക്കുന്ന അവിടെയാണ്. നിങ്ങൾക്ക് കാശുണ്ടാവും. കാരണം എന്താണ്? നിങ്ങളുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു 10-50 രൂപ ഉണ്ടാക്കണം എന്നാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നാണ്, അല്ലാതെ ടീമിന് ഉണ്ടാക്കണം എന്നല്ല. ട്രാപ്പാണ് ഞാനീ പറയുന്നത്. കാരണം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ടീമുകളിലും ആ ലീഡർക്ക് മാത്രമേ കാശുള്ളൂ, ടീമിന് കാശില്ല. ജിഷാദ് ബക്കറിന്റെ കൂടെ 35-ലധികം ആളുകൾ ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം മേടിക്കുന്നുണ്ട്. ബിക്കോസ് മൈ കോർ വാല്യൂ ഈസ് വെൽത്ത് ബിൽഡിംഗ് ആൻഡ് ഐ ആം എ ലീഡർ. പോയിന്റ് പിടികിട്ടില്ല. നിങ്ങൾ ബിസിനസ് ഓണർ ആവുകയും നിങ്ങളുടെ കോർ വാല്യൂ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 1 ലക്ഷം രൂപ കിട്ടണം, എനിക്ക് എങ്ങനെയും 50,000 കിട്ടണം എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കോർ വാല്യൂ ശരിയല്ല. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്താൽ
നിങ്ങളുടെ ഡൗൺലൈൻസ് വിചാരിക്കും ദൈവമേ ഈ കോണ്ടന്റ് കൂടെ ജോയിൻ ചെയ്തതിന് പകരം വേറെ ആരെങ്കിലും കൂടെ ജോയിൻ ചെയ്താൽ ഇയാളുടെ കൂടെ വർക്ക് ചെയ്യണേക്കാൾ ഭേദം വേറെ വല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്താൽ മതിയാണ്. കാരണം എന്താണ്? ഹി ഹാവ് നോ ലീഡർഷിപ്പ് സ്കിൽ. ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറെ പ്ലാൻ പറയുന്നതല്ല, സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതല്ല, ഭയങ്കര മസിൽ പിടിച്ച് സംസാരിക്കുന്നതല്ല, ഭയങ്കര ടൈറ്റ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. യു ഷുഡ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. അതിന് നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്ക് കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നപ്പോഴാണ് നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലീഡർ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടാമതൊരു എക്സാമ്പിൾ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈ കോൺട്രക്റ്റിലാണ്. ഈ കോൺട്രക്റ്റിന്റെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ് ആണ്. വെൽത്ത് ബിൽഡിങ്ങിന് വേണ്ടത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ഓക്കെ. എന്നാൽ പല ആളുകളുടെയും ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ്, പക്ഷെ അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അതായത് സെൽഫ് എംപ്ലോയ്മെന്റിന്റെ കോർ വാല്യൂ ആണ് അവർ ഫോളോ ചെയ്യും. അപ്പൊ ഫ്രീഡം വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീമില് പുതിയ ലീഡേഴ്സിനെ വളർത്താൻ അനുവദിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം എന്താണ്? ഒരു ലിറ്റിൽ ബിറ്റ് ഈഗോ ഇവരുടെ ഉണ്ട്. അപ്പൊ ഇവരെക്കാൾ നന്നായിട്ട് ഒരാൾ പെർഫോം ചെയ്തിട്ട് കഴിഞ്ഞാൽ അവന് നൈസായിട്ട് പണി കൊടുത്തവനെ മൂലിക്കും. എന്ത് അവസാനമായ ബുദ്ധിയാണെന്ന്. ഇവരെക്കാൾ നന്നായിട്ട് സംസാരിക്കുന്ന ആള് ടീമിൽ വന്നു കഴിഞ്ഞാൽ നൈസായിട്ട് അവന് പണി കൊടുക്കും. ആരെങ്കിലും ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറയാണ്, നിങ്ങളെക്കാൾ ബിഗർ ടൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നല്ല ഇൻകം ടീമിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പരിപ്പിളക്കി കളയും. അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ. കാരണം എന്താണ്? നിങ്ങൾ കോർ വാല്യൂവിന് നേരെ ഘടകവിരുദ്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. കോർ വാല്യൂ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? യു ഷുഡ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. ബിക്കോസ് വെൽത്ത് ബിൽഡിംഗ് നടക്കണമെങ്കിൽ നമ്മുടെ ടീമിൽ കൂടുതൽ ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീമിൽ വരുന്ന ആളുകളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ വെൽത്ത് ബിൽഡിംഗ് പറയുന്നത് കോർ വാല്യൂവിന്റെ രീതി പുലർത്തുന്നത്. അതേസമയം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ ആരുമില്ല. അതിനർത്ഥം എന്താണ്? നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു, പക്ഷേ കോർ വാല്യൂ ഫോളോ ചെയ്യുക സെൽഫ് എംപ്ലോയ്ഡ്. സബ്ജക്ട് കുറച്ച് കട്ടിയായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വേറെ വഴിയില്ല. ഇത് മനസ്സിലാക്കി തരാൻ വേറെ വഴി. ഷംസുദ്ദീൻ, സബ്ജക്ട് സോഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ലോകത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ പോയാൽ, ഞാൻ നിങ്ങളോട് പറയുന്നത്, മേ ബി മോദിക്കറിൽ ഉണ്ടായാലും ശരി, ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഏത് കോണിൽ നിങ്ങൾ പോയാലും നിങ്ങളുടെ കോർ വാല്യൂ റിയലൈസ് ചെയ്ത് നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് മോദിക്കർ ഓർ നോട്ട്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. കോർ വാല്യൂ റിയലൈസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യും, നിങ്ങളുടെ ജീവിതം തന്നെ മാറി. എന്തുകൊണ്ടാണ് ആൾക്കാർ 40 കൊല്ലം 30 കൊല്ലം ഒക്കെ ജോലിയിൽ തന്നെ തളച്ചിടപ്പെടുന്നത്? ബിക്കോസ് ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് ദെയർ കോർ വാല്യൂ. അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ സ്വന്തം ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീട്ടിലുള്ള സ്വർണം പോയി, വീടിന്റെ ആധാരം പോയി, നാട്ടിൽ മുഴുവൻ കടക്കാരനായി. എന്താ കാരണം? അവരുടെ കോർ വാല്യൂ അവർ ദുരുപയോഗം ചെയ്യുന്നു. കാരണം സെൽഫ് എംപ്ലോയിയുടെ കോർ പറയുന്നത് ഫ്രീഡം ആണ്, ഇൻഡിപെൻഡൻസ് ആണ്. ബട്ട് without discipline, without responsibility, they spoil their life. അവരുടെ ലൈഫ് അവര് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു, ബട്ട് they are not ready to change their content. They are not ready to change their core value. അവരുടെ ഉള്ളിലെ വിശ്വാസം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളായിട്ടുള്ള വെൽത്ത് ബിൽഡിംഗ് അല്ലെങ്കിൽ അവർ തോറ്റുപോകും. ഇത് നെറ്റ്വർക്കിൽ മാത്രമല്ല, നിങ്ങളൊരു ബിഗ് ബിസിനസ് ഓണർ ആവണമെങ്കിൽ, ബി എന്ന് പറയുന്നത് ശരിക്കും അതാണ്, ബിഗ് ബിസിനസ് ആണ്. അപ്പൊ ബിഗ് ബിസിനസ് ഓണർ ആവണമെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ തയ്യാറാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നിങ്ങൾ ശരിക്കും വെൽത്ത് ബിൽഡിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡിംഗ് ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ളതെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ഞാൻ ഈ പറഞ്ഞതുപോലെയായിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ കോർ വാല്യൂ എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കോർ വാല്യൂ ഒരു നേരത്തെ പറഞ്ഞതുപോലെ വെൽത്ത് ബിൽഡിംഗ് ആണോ ഇല്ലെന്നുള്ളത്
നിങ്ങൾ ഇതുപോലെ ഞാനൊരു 4 സ്റ്റേറ്റ്മെന്റ് പറയാം. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആണ്, നിങ്ങളുടെ കോർ വാല്യൂ മാച്ച് ചെയ്യുന്നുണ്ട്. നമ്പർ 1, അവർക്ക് വ്യക്തമായ ഒരു ലൈഫ് മിഷൻ ആയിരിക്കും. എനിക്ക് ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിൽ ചെയ്യണം, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ലൈഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ് അവരുണ്ടായിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. 2, അവരെപ്പോഴും അവരുടെ ടീമിനെ കുറിച്ചാണ് സംസാരിക്കുക. They always thinking about their team. They always thinking about their team. 3, അവർക്ക് എപ്പോഴും അവരുടെ ടീം വർക്കിനെ ആയിരിക്കും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. ടീമിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓൾവേസ് 24 hours ഊണിലും ഉറക്കത്തിലും thinking about their team. Thinking about their leadership. എപ്പോഴും അവരുടെ ലീഡർഷിപ്പിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നത്. എന്റെ ടീമിൽ ആരാണ് അടുത്തത് റെഡി ടു സെർവ്. അവര് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതാണ് വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്നത് കോർ വാല്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദേ വർക്ക് വിത്ത് പീപ്പിൾ. അവർ ആളുകളുടെ ഒപ്പം പണിയെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ കൂടെ കളിക്കുന്ന കോച്ചാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിക്കോസ് ഐ ആം റെഡി ടു വർക്ക് വിത്ത് യു. ഞാൻ കൂടെ കളിക്കുന്ന ഒരു കോച്ചാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വൈ? ബിക്കോസ് മൈ കോർ വാല്യൂ ഈസ് വെൽത്ത് ബിൽഡിംഗ്. My core value is wealth building. That's why I'm showing. ഞാൻ അതുകൊണ്ട് outstanding leadership qualities ആണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത്. I'm ready to work with people. I'm ready to serve. ഞാൻ ആളുകളെ സെർവ് ചെയ്യാനും അവരെ കൂടെ വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഞാൻ റെഡിയാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്. അതേസമയം നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നിട്ട് എപ്പോഴും നിങ്ങൾ പറയാണ് എനിക്ക് കാശുണ്ടാക്കണം, എനിക്ക് കാശുണ്ടാക്കണം, എനിക്ക് കാശുണ്ടാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. തെറ്റി. നിങ്ങളുടെ കോർ വാല്യൂ പ്രോപ്പർ അല്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നിങ്ങൾ കാണിക്കാൻ നിങ്ങൾ തയ്യാറാണ്. കാരണം ലീഡർഷിപ്പ് ഉള്ളവർക്ക് ലീഡർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രമേ വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്ന കോർ വാല്യൂവിൽ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കോർ വാല്യൂ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമ്പത്തിന്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സമ്പത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം വരും. പണമുണ്ട്, ചാരിറ്റി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, സ്നേഹമുണ്ട്, ഓക്കെ, നമ്മുടെ ഫാമിലി ഉണ്ട്, നമുക്ക് സമയമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണോ നിങ്ങൾ നിങ്ങളുടെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ്? നിങ്ങളുടെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ് ആണ്. വെൽത്ത് ബിൽഡിംഗ് ഡെവലപ്പ്. വെൽത്ത് ബിൽഡിംഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലീഡർഷിപ്പിലൂടെയാണ് ഉണ്ടാവുന്നത്. ലീഡർ എങ്ങനെയാണ് ആവുന്നത്? ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞ കാര്യത്തിൽ? എങ്ങനെയാണ് ഒരു ലീഡർ ഫോം ചെയ്യുന്നത്? ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. കൂടുതൽ കൂടുതൽ ലീഡേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡറായിട്ട് നിങ്ങൾ മാറുന്നത്. നമ്മൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും, ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയും വിജയകഥ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഗ്രൂപ്പില് അവരെക്കാൾ മിടുക്കരായിട്ടുള്ള ആളുകളെ അവർ കൊണ്ടുവന്നിരുന്നു. നമ്മൾ ഒരുപാട് ആളുകളുടെ കഥയൊക്കെ നമ്മൾ പഠിക്കുന്നു. ഹെൻറി ഫോർഡിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ജി ഇലക്ട്രിക്കൽസിന്റെ എഡിസനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഇവരിപ്പോ അംബാനിയെ കുറിച്ച് പഠിക്കുന്നു, യൂസഫിനെ കുറിച്ച് പഠിക്കുന്നു, ഇപ്പോ ഈ കൊച്ചോഫ് ചില്ലപ്പള്ളിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതാണ് അവരുടെ സക്സസ് എന്ന് പറയുന്നത്. കാരണം ആ കോർ വാല്യൂ അതാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോർ വാല്യൂവിൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്. പല ആളുകളും നെറ്റ്വർക്കിൽ തോറ്റുപോകാൻ കാരണം ആദ്യം പറഞ്ഞ 2 കോർ വാല്യൂലാണ് പല ആളുകളും വർക്ക് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ കിട്ടും. പിന്നെ ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നോ സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പല ആളുകളും തോറ്റുപോകാനുള്ള കാരണമാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കാരണം തോൽക്കാൻ ഇവിടെ വളരെ എളുപ്പമാണ്, വിജയിക്കാനാണല്ലോ ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, സാർ എങ്ങനെയാണ് ഇത്രയും സക്സസ്ഫുൾ ആയത്? ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്റെ ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബിസിനസ് എന്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ ഓവർകം ചെയ്താണ് വന്നത്. അപ്പൊ അടുത്ത ഡയലോഗ് എനിക്ക് വന്ന മെസ്സേജ് എന്താണെന്ന് അറിയാം, ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് സാറേ. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു, സത്യമാണ്
പറയാൻ ഭയങ്കര എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ കുറച്ച് പേര് മാത്രം ചെയ്യുന്നത്. സത്യമല്ലേ? പറയാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ലോകത്ത് വളരെ കുറച്ച് പേര് മാത്രം വിജയിക്കുന്നത്. ലോകത്ത് പരാജയപ്പെട്ടവരല്ലേ കൂടുതൽ? ആണോ അല്ലയോ? ആണോ അല്ലയോ? നിങ്ങൾ പറയൂ. കാരണം എന്താണ്? പ്രവർത്തിക്കാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഒരു പക്ഷെ നിങ്ങൾക്ക് തലയം ഒരു 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 കിഴുക്ക് കിട്ടിയ പോലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു കിക്ക് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇന്നത്തെ പ്രോഗ്രാം കഴിയും. കാരണം കുറെ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കില്ല എന്താ ഞാൻ നന്നാവാത്തത്, ഇതെന്താണ് ഞാൻ നന്നാവാത്തത് എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനുള്ള ഉത്തരമായിരിക്കും ചിലപ്പോൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി നമ്മുടെ കോൺട്രാക്ട് വാല്യൂ എന്താണെന്നുള്ളതും നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ടീമിലുള്ള കഴിവുകളുള്ള ആളുകളെ, അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ മൊത്തത്തിൽ കഴിവും കഴിവില്ലായ്മയോടെ നിൽക്കട്ടെ, നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ ശ്രദ്ധിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ കോർ വാല്യൂസിൽ ഫോക്കസ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കമാൻഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഗ്രൂപ്പ് നമ്മളുണ്ടാക്കുന്നത്. Because I want to create more leaders. Already we have so many leaders. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസം 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം 70 ലക്ഷം തരുന്ന ഓർഗനൈസേഷൻസ് നമുക്കുണ്ട്. ബട്ട് ഐ വാണ്ട് മോർ ലീഡേഴ്സ് ബിക്കോസ് ദാറ്റ്സ് മൈ കോർ വാല്യൂ. ഇപ്പൊ നിങ്ങളുടെ ഈ കമാൻഡോ ഗ്രൂപ്പ് അത്യാവശ്യം നല്ല വോളിയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റും, അടുത്ത ഗ്രൂപ്പിന് നമ്മൾ കൊണ്ടുവരും. കുറെ കാലം ഈ ഗ്രൂപ്പിൽ ഇരുന്ന് സുഖിക്കുക എന്നുള്ള വിചാരം ആർക്കും വേണ്ട. അത് വെറും മിഥ്യാധാരണ മാത്രമാണ്. മനസ്സിലാവും? ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കേട്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുക എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. ഇത് വളരെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. കാരണം ഇന്ന് ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ലേണിംഗ്സ് ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഐ ആം വെരി മച്ച് കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്. You never get such a kind of learning from this industry, my dear friends, because I'm that much dedicated, I'm that much passionate about this business. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളോ ഇന്ത്യ ഒന്നുമല്ല. I want to become an international leader in network marketing. That's my goal. And I will be. There is no doubt about it. നാളെ ഇന്നിപ്പോ കേരളത്തിലെ 14 ജില്ലയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു 10 സ്റ്റേറ്റിലെ ആൾക്കാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ the day will come, people from different countries sitting in front of me and they will learn from me. That's my goal. I want to create leaders across the globe. ലീഡർഷിപ്പിലുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ മിഷൻ പറയുന്നത്. And I will do it. Because my core value is wealth building. നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക, സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. സമ്പത്തിനെ കുറിച്ച് എനിക്ക് മാത്രമല്ല മനസ്സിലാക്കണം. സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ടീമിന്റെ റിസൾട്ടാണ്, നോട്ട് ബൈ എൻ ഇൻഡിവിജ്വൽ റിസൾട്ട്. വിത്തൗട്ട് എ ടീം നിങ്ങൾക്ക് ഒരിക്കലും വെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിത്തൗട്ട് എ ടീം നിങ്ങൾക്ക് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സെൽഫ് എംപ്ലോയിഡ് മീൻസ് അവരുടെ സ്കില്ലിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതേസമയം ബിസിനസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, അവർ ചിലപ്പോൾ 10ാം ക്ലാസ് ബുദ്ധിയായിരിക്കും, പക്ഷെ അവരുടെ നല്ല ടീം അവർക്കുണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, മിസ്റ്റർ യൂസഫ് അലി ജസ്റ്റ് എ ഗ്രാജുവേറ്റ്. പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മലയാളിയാണ്. ഇഷ്ടം പോലെ കഥകൾ നമുക്ക് എടുക്കാൻ പറ്റും, ഇഷ്ടം പോലെ കഥകൾ. നമ്മൾ സിലിക്കൺ വാലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ് IT കമ്പനീസ് എന്റെ ഹെഡ് ഓഫീസ് ഉള്ള സ്ഥലമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, അമേരിക്കയിലെ സിലിക്കൺ വാലി എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ മെജോറിറ്റി കമ്പനി ഓണേഴ്സ് എല്ലാവരും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ്. അതുകൊണ്ടാണ് ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞത്, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ. എന്നെക്കാൾ മിടുക്കരായിട്ടുള്ള ആൾക്കാർ എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ എന്റെ മാനേജേഴ്സ് ആണ്.
എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള പുലിക്കുട്ടികൾ ഇന്നെന്റെ മാനേജേഴ്സാണ്. That is the power of team. That is the power of leadership skill, having well-building core value. സമ്പത്തുണ്ടാക്കണമെന്നുള്ള കോർ വാല്യൂ നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ലിൽ മാറ്റം വരും. നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിച്ചു. അവിടെയാണ് നമ്മൾ ഈ ലീഡർഷിപ്പ് ക്രിയേഷന് വേണ്ടിയാണ് നമ്മൾ സിസ്റ്റത്തിനെ ഉപയോഗപ്പെടുത്തുന്നത്. അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രോപ്പറായിട്ട് അവരെ നമ്മൾ ബേസിക്സ് പഠിപ്പിക്കുക, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക, അവരെ നമ്മൾ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക, സൂം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരിക, ശുരുവാത്, PBC, നെറ്റ്വർക്ക് എനർജി വർക്ക്ഷോപ്പ്, പ്രൊഡക്ട് ട്രെയിനിങ്, റെഗുലർ മീറ്റിംഗ്, വീക്ക്ലി ഷെഡ്യൂൾ, ഡെയിലി ഡിജിറ്റൽ മെത്തഡ് ഓഫ് ഓപ്പറേഷൻസ്, ബിസിനസ് ടൂൾസ്, മെറ്റീരിയൽസ്, യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ, എല്ലാ രീതിയിലൂടെയും അവർ നമ്മൾ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വെൽ ബിൽഡിംഗ് മാനേജ്മെന്റ്. ഐ ഹോപ്പ് എല്ലാവർക്കും കാര്യങ്ങൾ കുറെ കൂടെ ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു. Are you happy? Really? Thank you very much. And the last segment, investor segment. തൽക്കാലം ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൽത്ത് ബിൽഡിങ്ങിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വെൽത്ത് ബിൽഡിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തറവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്ററിലേക്ക് നമ്മൾ പോയാൽ, ഇൻവെസ്റ്ററുടെ കാറ്റഗറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് വളരെ 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 സിമ്പിൾ ആണ്. ഇൻവെസ്റ്ററുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇത് മാത്രമാണ് അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ചില സമയങ്ങളിൽ ഇൻവെസ്റ്ററുടെ ആ റോളിലേക്ക് ചില സമയത്ത് ഞാൻ പോവാറുണ്ട്. പക്ഷെ ഉടനെ ഞാൻ തിരിച്ചു പറഞ്ഞ് മനസ്സിലായോ? ചില സമയത്ത് ഞാൻ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഞാൻ പോവാറുണ്ട്. ബിക്കോസ് എവറി മന്ത് നൗ ഐ ഹാവ് സഫീഷ്യന്റ് ഇൻകം. എനിക്ക് നല്ല വരുമാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ എനിക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ എനിക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ആലോചിക്കും. ബട്ട് മെജോറിറ്റി ടൈം ഞാൻ വെൽത്ത് ബിൽഡിംഗ് കോൺസെപ്റ്റിലാണ്, ദാറ്റ് മീൻസ് ബിസിനസ് ഓണർ കോൺട്രാക്റ്റിലാണ്. സോ ഐ എം ഓൾവേസ് ലുക്കിംഗ് ഫോർ ലീഡേഴ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അടിവരയിട്ട് നിങ്ങൾ എഴുതി വെക്കുക, മലയാളത്തിൽ എഴുതി വെക്കുക. വെൽത്ത് ബിൽഡിംഗ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ വെൽത്ത് ബിൽഡിംഗ് കോൺട്രന്റിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിലെ ആളുകൾക്ക് ലീഡർഷിപ്പിലേക്ക് വരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് നിങ്ങളോട് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്ന കോർ വാല്യൂ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്തിരിക്കണം. ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ള വ്യക്തികൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൽ അവിടെ നടക്കില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് നടക്കില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വലിയ ലീഡറാണ്, കൂടുതലൊരുക്ക വരുമാനം ഉണ്ടാവും. അദ്ദേഹം നേരെ സെൽഫ് എംപ്ലോയ്ഡ് കാറ്റഗറിയുടെ സ്റ്റൈലിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം അദ്ദേഹം നന്നായിട്ട് മിസ്യൂസ് ചെയ്യും. ടീമിൽ ലീഡേഴ്സ് ഉണ്ടാക്കി കഷ്ടകാലത്തിന് എങ്ങനെയെങ്കിലും ഒരു 2, 3, 4 ലക്കൊക്കെ സെറ്റ് ആവും. അതിൽ നിന്ന് കുറച്ച് വരുമാനമൊക്കെ വരും, കുറച്ച് ടീമൊക്കെ വരും. പക്ഷെ ടീമിൽ ആർക്കും ഇൻകം. വൈ? ബിക്കോസ് അദ്ദേഹത്തിന്റെ കോർ വാല്യൂ പ്രാക്ടീസ്. ക്ലിയർ? ഇൻവെസ്റ്റർ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു, ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അവരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് അവരെപ്പോഴും ചിന്തിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഒരു പെർട്ടിക്കുലർ ഇൻകം ഒക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പല സമയത്തും നിങ്ങൾ ഇൻവെസ്റ്റർ കോൺട്രാക്റ്റിലേക്ക് വരാൻ പറ്റും. അതായത് എവിടേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അത് പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ 3 ട്രെയിനിങ് പ്രോഗ്രാംസുകളാണ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കോസ്റ്റ് 2 ലക്ഷം രൂപയാണ്. പിന്നെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറൌണ്ട് 79,000 മറ്റോ. 3 ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ആണ്. ഇവരുടെ കോച്ചിങ് പ്രോഗ്രാം ഞാൻ
ദാറ്റ്സ് മൈ ഇൻവെസ്റ്റ്മെന്റ്. അതും എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേസമയം എനിക്ക് മന്ത്ലി എന്റെ ഇൻകം ഞാനത് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കി പല പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതേസമയം ഞാൻ നിരന്തരം ഇപ്പൊ ട്രൈ ചെയ്യുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു നല്ല ഹിന്ദി ടീച്ചർ എനിക്ക് ഒപ്പം കൂടെ നടത്തി കൊണ്ടുപോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ കിട്ടുന്നില്ല ആൾക്കാരെ. പക്ഷെ ഞാൻ എല്ലാ ദിവസവും അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഹിന്ദി കൂടെ പഠിച്ചാൽ, ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഒക്കെ ഹിന്ദിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ പൊളിക്കും. ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം. തൽക്കാലം ഞാൻ ആ പോയിന്റിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ചർച്ച നടക്കേണ്ടത് എവിടെയാണ്? ബിസിനസ് ഓണർ, ബിഗ് ബിസിനസ്, സിസ്റ്റം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക. വളരാൻ ആവശ്യമായ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്ന ആ കോൺഫിഡൻസ് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടീമിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഈ സിസ്റ്റം എന്ന് പറയുന്ന കാര്യത്തിന് മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സിസ്റ്റം ഇല്ലെങ്കിൽ കഴിയും. അപ്പൊ സിസ്റ്റത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ള ചോദ്യം ഇവിടെ പൂർണ്ണമായി അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചു. കിട്ടിയില്ല, പൂർണ്ണമായ ഒരു ഉത്തരം ലഭിച്ചു. എന്തിനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിലൂടെ മാത്രമേ ലീഡേഴ്സ് വരികയുള്ളൂ. ലീഡേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് വെൽത്ത് ബിൽഡിംഗ് എന്ന് പറയുന്ന കോർ വാല്യൂ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്ത് മനോഹരമായിട്ടാണെന്നറിയോ ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇത് നിരന്തരം ഇരുന്ന് പഠിക്കുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്തിനാണ് സിസ്റ്റം ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലീഡേഴ്സിനെ നിരന്തരമായി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 പേര് ടീമിലുണ്ടാവും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന പലരുടെ ടീമിലും ഇപ്പോ 6 മാസമായി കൊറോണ തുടങ്ങി. ഈ 6 മാസത്തിനുള്ളിൽ ഓൾറെഡി സിസ്റ്റം നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും പ്രോഗ്രാം, എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു മൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഒരു ടൈം ടേബിൾ, സൺഡേ ടു സാറ്റർഡേ വരെയുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു. അതിനെ വെച്ചുകൊണ്ട് സ്വന്തം ടീമിൽ 5 പേരുടെ ടീമാണെങ്കിൽ പോലും ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ആളുകളെത്തിയാണ്. നിങ്ങളുടെ ടീമിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ? എല്ലാ തിങ്കളാഴ്ചയും ഒരു ടീം മീറ്റിംഗ് ഉണ്ടോ? ഒരു ലീഡേഴ്സ് മീറ്റ് ഉണ്ടോ? ഒരു ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് ഉണ്ടോ? ഒരു പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാം ഉണ്ടോ? ഒരു ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാം ഉണ്ടോ? ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ദെയർ ഈസ് നോ സിസ്റ്റം. കാരണം എന്താണ്? നിങ്ങളുടെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ് അല്ല. നിങ്ങളുടെ കോർ വാല്യൂ മറ്റെന്തൊക്കെയോ ആണ്. നിങ്ങളുടെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 5-6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. മാർച്ച് 14-ാം തീയതി ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തു. 17-ന് നമ്മൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു, ഓൺലൈൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. ബിക്കോസ് മൈ കോർ വാല്യൂ ഈസ് വെൽത്ത് ബിൽഡിംഗ്. ഐ വാണ്ട് ടു ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. ചില ആൾക്കാരൊക്കെ പറയുന്നത് റിഷാദ് സാർ ഭയങ്കര സംഭവമാണ്. ഒരു സംഭവമല്ല, ഞാൻ ഒന്നുമല്ല. ഐ ആം ജസ്റ്റ് എ സ്റ്റുഡന്റ്. പക്ഷെ എന്റെ കോർ വാല്യൂക്ക് അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ പലരുടെയും കോർ വാല്യൂ പ്രശ്നമാണ്. എന്റെ കോർ വാല്യൂ വെൽത്ത് ബിൽഡിംഗ് ആണ്. സോ ഐ എം ഓൾവേസ് സെർച്ചിങ് ഫോർ ലീഡേഴ്സ്. ഐ എം ഓൾവേസ് സെർച്ചിങ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഐ എം ഓൾവേസ് സെർച്ചിങ് ഫോർ വാട്ട് വി കോൾഡ് സിറ്റുവേഷൻസ്. എന്റെ ടീമിലെ ലീഡേഴ്സിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യലാണ് എന്റെ പണി. ഞാനൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. നിങ്ങൾ എന്റെ സ്റ്റോറി മനസ്സിലാക്കണം. പെർ ഹെഡ് കോസ്റ്റ് അറൌണ്ട് 1100 രൂപയാണ് ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിത്ത് ഫുഡ് ലുലുവില് പ്രോഗ്രാം ചെയ്യണം. ഞാൻ പറഞ്ഞു നമ്മൾ പ്രോഗ്രാം നടത്തും. ഇത്തവണ നടത്തുന്നത് വലിയ ഹാളിലാണ്. അപ്പൊ വലിയ ഹാളിൽ പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ മിനിമം 1000 പേര് വേണം. മിനിമം 1000 പേരുണ്ടെങ്കിലേ പ്രോഗ്രാം നടത്താൻ സാധിക്കും. അപ്പൊ മിനിമം 1000 പേരെന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ ഒരു എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് പറയുന്നത് 15 lakhs ആണ്. 15 ലക്ഷം രൂപയാണ്.
15 ലക്ഷം. പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്യും. പെർ ഹെഡ് 2000 രൂപ, പെർ ഹെഡ് 2000 റുപ്പീസ്. എന്റെ ഇന്റൻഷൻ വളരെ സിമ്പിൾ ആണ്. എന്റെ ഇന്റൻഷൻ എന്താണ്? വെൽത്ത് ബിൽഡിംഗ്. സോ ഐ വാണ്ട് ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. ലീഡേഴ്സിന് വളരാൻ ആവശ്യമായ സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. ആ സാഹചര്യം ഒരു വലിയ ആംബിയൻസിലാണ് വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. സോ ഒരു വലിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം. സോ ഞാൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. പെർ ഹെഡ് 2000 രൂപ, പെർ ഹെഡ് 2000 രൂപ. പല ലീഡർഷിപ്പിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞില്ല, പക്ഷെ എന്നോട് പറയാൻ ഒരു പക്ഷേ ചിലപ്പോ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. ടീമിനുള്ളിലൊക്കെ ഭയങ്കര ചർച്ച. വിശ്വാസാണ്, ഭ്രാന്താണ്. ആരാണ് ഈ 2000 കൊടുത്തിട്ടൊക്കെ വരുന്നത്? അത് തൃശ്ശൂർ വരെ വരണം. വയനാട്ടിലുള്ളവർക്കാണെങ്കിൽ 4000 രൂപ ചെലവാണ്. കാരണം ബസ് കാശ് വേണം, ഫുഡ്, അത് ഇത്. ഇയാൾക്ക് എന്തിന്റെ ഭ്രാന്താണ്? ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ചില ആളുകൾ ഒരു പടി കൂടെ കടന്നു പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര അഹങ്കാരാണ്, കാശ് കിട്ടണേണ്ട അഹങ്കാരം. 2000 രൂപ കൊടുത്തിട്ട് പ്രോഗ്രാം ഇത് നടക്കില്ല. ഇത് വർക്കൗട്ടാവാൻ എളുപ്പമല്ല. പലരും എന്നോട് എക്സ്ക്യൂസ് പറഞ്ഞു, സാറേ ആരും ടിക്കറ്റ് എടുക്കുന്നില്ല, ആരും വരുന്നില്ല, നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു പറ്റില്ല. കാരണം റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കടക്കാണെന്നാണ്. ഫൈനലി അവസാന ദിവസങ്ങളായപ്പോ ആളുകൾക്ക് ഒരുപക്ഷെ എന്നിൽ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം, ടീം ഗ്ലോബലിൽ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം, 1300ഓളം ആളുകളെ വെച്ച് നമ്മളൊരു സക്സസ്ഫുൾ പ്രോഗ്രാം, ഇന്നുവരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ കാണാത്ത, ഹിസ്റ്ററിയിൽ ഉണ്ടാവാത്ത ഒരു പ്രോഗ്രാം നമ്മളവിടെ നടത്തി കാണിച്ചു. പ്രോഗ്രാമിന്റെ ടോട്ടൽ എക്സ്പെൻസ് വന്നത് 25 lakhs ആണ്, 25 ലക്ഷം രൂപ. ബിക്കോസ് മൈ കോൺട്രന്റ് ഈസ് വെൽ ബിൽഡിംഗ്. ഐ വാണ്ട് ടു ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. ആ ഒറ്റ പ്രോഗ്രാം കുറെ ആളുകളുടെ തീരുമാനം ഊട്ടി ഉറപ്പിച്ചു. കുറെ ആൾക്കാർ ശക്തമായ തീരുമാനമെടുത്തു. മാസം 1 ലക്ഷം രൂപ മേടിച്ച് അടങ്ങും എന്നുള്ള തീരുമാനമെടുത്തു. സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ലോക്ക്ഡൌൺ മാർച്ച് 14 തുടങ്ങിയിട്ട് ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഇന്നത്തെ പ്രോഗ്രാമിൽ ഒരുപാട് പുതിയ ആളുകൾ ഉണ്ടായിരിക്കും. ദയവായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഭ്രാന്താകരുത്. നിങ്ങളൊക്കെ ലക്കിയസ്റ്റ് പേഴ്സൺസ് ആണ്. കാരണം ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഞാൻ എപ്പോഴേ പറയുന്നു എന്ന് മാത്രം. ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. കാരണം നിങ്ങളൊക്കെ അത്രയും ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞാൻ ഇതൊക്കെ പഠിക്കാൻ എന്റെ 17 കൊല്ലം കളയേണ്ടി വന്നു. 17 വർഷം ഞാൻ എടുക്കേണ്ടി വന്നു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. സ്വയം നമ്മൾ ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ സ്വയം നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പൊ പുതുതായിട്ട് വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടീമിൽ 5 പേരാണുള്ളതെങ്കിൽ പോലും സ്റ്റാർട്ട് എ സിസ്റ്റം ഇൻ യുവർ ടീം. ഈ 5 പേരും ആഴ്ചയിൽ ഒരു ദിവസം കൂടണം. ഈ 5 പേർക്കും പ്ലാൻ പറഞ്ഞ് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഈ 5 പേർക്കും പ്രൊഡക്റ്റ് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അതിനാണ് സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനുള്ളത്. യു ഷുഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. യു ഷുഡ് ക്രിയേറ്റ് എ സർക്കംസ്റ്റൻസ്. ഒരു അവസരം, ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. അവിടെയാണ് ശരിക്കും വെൽത്ത് ബിൽഡിംഗ് നടക്കുന്നത്. വെൽത്ത് ബിൽഡിംഗ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ, അതിന്റെ ഒരു രീതി തന്നെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് 21st century മനസ്സിലാക്കുക എല്ലാവരും. വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് 21st century, എല്ലാ ഗ്രൗണ്ട് വർക്കും ഓൾറെഡി ഡൺ ആണ്. നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ഗ്രൗണ്ട് വർക്കും ഓൾറെഡി ഡൺ ആണ്. ഇപ്പൊ സൂം കൂടെ 10 വർഷം മുമ്പാണ് നമ്മുടെ കയ്യിൽ മോദി കയറി കിട്ടിയതെങ്കിൽ അതുപോലൊക്കെ ചെയ്യാം. ബ്യൂട്ടി ഓഫ് 21st century. 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ ഓൾറെഡി ആളുകളെ കോൺടാക്ട് ചെയ്യാൻ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ, ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അന്ന് നമ്മൾ ലുലുവില് ഒരു 1000 പേരുടെ പ്രോഗ്രാം നടന്ന നമ്മൾ വിഷമിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട് 1000 പേരുടെ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ്. അന്ന് 2000 രൂപ നമ്മൾ ചാർജ് ചെയ്തെങ്കിൽ 100 രൂപ പോലും വേണ്ട. ഞാനിപ്പോ ഈ പരിപാടി നിർത്താൻ വേണ്ടി പോവാണ്. മിക്കവാറും നമ്മൾ സെപ്റ്റംബർ ഓൺവേഴ്സ് നമ്മൾ പെയ്ഡ് വേർഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. സൂമിൽ നമ്മൾ പെയ്ഡ് വേർഷൻസ് ആണ് തുടങ്ങാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു വെയിറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെയ്ഡ് വേർഷൻസ് തുടങ്ങാൻ പോകണം. ആൻഡ് ഐ എം വെരി കോൺഫിഡന്റ്
പെയ്ഡ് വേർഷൻ ആണെങ്കിലും നമ്മുടെ ഹാള് ഫുള്ളായിരിക്കും. പെയ്ഡ് വേർഷൻസ് ആണെങ്കിലും നമ്മുടെ ഹാള് ഫുള്ളായിരിക്കും. ബിക്കോസ് ഇന്ന് ടീം ഗ്ലോബലിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ബ്യൂട്ടി മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുഴുവനായിട്ടുണ്ടായിട്ട് പോലും നമ്മൾ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല. സിമ്പിൾ ആൻസർ, കോർ വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ, കോർ വാല്യൂ കറക്റ്റ് അല്ലെങ്കിൽ ഉപയോഗിക്കും. എങ്ങനെയെങ്കിലും 10-20,000 രൂപ കിട്ടിയാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രീഡം ബിസിനസ്സിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ സിസ്റ്റം ഉണ്ടാക്കില്ല, നിങ്ങൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഉപയോഗിക്കുക. അതല്ല വെൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ കോർ ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കും. ഇനിയും സൂം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് സ്വന്തമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അർത്ഥം നേരത്തെ പറഞ്ഞ ബ്യൂട്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. വെറും 1,200 രൂപയോ 1,500 രൂപയുടെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് എത്ര മീറ്റിംഗ് നടത്തും. ബ്യൂട്ടി നിങ്ങളത് ഉപയോഗപ്പെടുത്തും. എപ്പോഴും ജീവിതത്തിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഹാർഡ് വർക്ക് നെവർ മേക്ക് യു റിച്ച്. ഹാർഡ് വർക്ക് നെവർ മേക്ക് യു റിച്ച്. ഹാർഡ് വർക്ക് നെവർ മേക്ക് യു റിച്ച്. എ സിസ്റ്റം മേക്ക് യു റിച്ച്. എ സിസ്റ്റം മേക്ക് യു റിച്ച്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആവട്ടെ, മറ്റുള്ള ഏത് ബിസിനസ് ആവട്ടെ, നിങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമ്പന്നനാവാൻ കഴിയില്ല. സമ്പന്നത വരുന്നത് സിസ്റ്റത്തിലൂടെയാണ് വരുന്നത്. ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്തുകൊണ്ട് ടീം ഗ്ലോബൽ ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഓൾവേസ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ സിസ്റ്റം. വി ഓൾവേസ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ സിസ്റ്റം. ഞാൻ വളരെ വളരെ കോൺഫിഡന്റ് ആണ്. കേരള മാർക്കറ്റിൽ മാത്രം നമ്മൾ ഒരു മാസം 100 കോടി ചെയ്യും. കേരള മാർക്കറ്റിൽ മാത്രം നമുക്കൊരു 100 കോടി ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. സോ എപ്പോഴും മനസ്സിലാക്കുക, സിസ്റ്റം മേക്ക് യു റിച്ച്. സിസ്റ്റം മേക്ക് യു റിച്ച്. സോ പ്ലീസ് ബിലീവ് ഇൻ സിസ്റ്റം. ഫോക്കസ് ഓൺ സിസ്റ്റം, മൈ ഫ്രണ്ട്സ്. And the next very powerful statement, power, the real power is not in the product. The power is network. Power is not in the product. Not is the product. Product അല്ല നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമ്മുടെ പവർ, നമ്മുടെ റിയൽ പവർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക്. I will give you a simple example. ഇന്നിപ്പോ മോദിക്കൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിനേക്കാളും ഹ്യൂജ് പവർ ആണ് എന്റെ നെറ്റ്വർക്കിനുള്ളത്. ബിക്കോസ് ഇന്ന് thousands of people doing business with my network. അപ്പൊ ശരിക്കും നെറ്റ്വർക്ക് ആണ് നമുക്ക് പവർ ഉണ്ടാക്കി തരുന്നത്, നോട്ട് പ്രോഡക്ട്സ്. സോ ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ആ നെറ്റ്വർക്ക് ആണ് നിങ്ങൾക്ക് ഒരു ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പുതിയ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആളുകൾ വരും, വരാതിരിക്കും, വീണ്ടും വരും, വരാതിരിക്കും, വീണ്ടും വരും, വരാതിരിക്കും. യുവർ ഡ്യൂട്ടി ഈസ് വെരി സിമ്പിൾ. കീപ് ടോക്കിംഗ് പീപ്പിൾ. ആളുകളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നും നിങ്ങൾക്ക് പുതിയ പുതിയ പ്രോസ്പെക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഉണ്ട്. Keep on talking. Keep on talking. Keep on talking. Definitely, stars will come. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. നല്ല അടിപൊളി ലീഡർഷിപ്പിലുള്ള ആൾക്കാരുടെ വരാൻ തുടങ്ങും. Keep on talking. പ്രോസസ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഹാർഡ് വർക്ക് നോട്ട് മേക്ക് യു റിച്ച്, സിസ്റ്റം മേക്ക് യു റിച്ച്. അതുപോലെ തന്നെ പറയേണ്ട ഒരു മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, മണി നോട്ട് മേക്ക് യു റിച്ച്, പ്രോസസ് മേക്ക് യു റിച്ച്. Money not make you rich, process make you rich. So process നടക്കണം. പ്രോസസ് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സിസ്റ്റം ഫോം ചെയ്യും. സിസ്റ്റം ഫോം ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിലൂടെ എനിക്ക് ഒരാൾ എനിക്കിപ്പോ ഒരു കമന്റ് അയച്ചു. ഞാനത് തൽക്കാലം അത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാണ്. പവർ ഈസ് ബോത്ത് പ്രൊഡക്റ്റ് ആൻഡ് നെറ്റ്വർക്ക്.
പുതിയ ആളാണോ എന്ന് എനിക്കറിയില്ല, അതോ എക്സിസ്റ്റിംഗ് മെമ്പർ ആണോ എന്ന് എനിക്കറിയില്ല. സോറി മൈ ഡിയർ, ദ പവർ ഈസ് നെറ്റ്വർക്ക്. ശരിക്കും മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ റിയൽ പവർ എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് നിങ്ങൾ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യുന്നുവോ അപ്പോഴേ പ്രൊഡക്റ്റിന് വാല്യൂ ഉള്ളൂ. യെസ് നോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഭയങ്കര വാല്യൂ കൂടലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നെറ്റ്വർക്കിലെങ്കിലും. മനസ്സിലായി? നിങ്ങളുടെ പ്രൊഡക്റ്റ് ഭയങ്കര സംഭവമാണ് അല്ലെ, നിങ്ങൾക്ക് നെറ്റ്വർക്കില്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്താണ്? സീറോ. പ്രൊഡക്റ്റ് വാല്യൂ ഈസ് സീറോ. പ്രൊഡക്റ്റ് വാല്യൂ ഈസ് സീറോ. സോ അതുകൊണ്ട് പ്ലീസ് എന്നെ പഠിപ്പിക്കരുത്. മനസ്സിലായോ? ഓക്കെ, തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, അതാണ് നല്ലത്. ആ ഒരു സബ്മിഷനാണ് നമുക്ക് നല്ലത്. കാരണം വ്യക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിയൽ വാല്യൂ എന്ന് പറയുന്നത്, റിയൽ പവർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിലാണ്, പ്രോഡക്റ്റിലാണ്. നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് കാര്യമില്ല. നെറ്റ്വർക്ക്